വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവ ഉണ്ടായിരിക്കില്ല. റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും റെസിഡൻഷ്യൽ കോളേജുകൾക്കും അവധി ബാധകമല്ലെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആഷിഖ് റഹ്മാൻ ചേരുന്നു. ആഷിഖ്, വയനാട് അടക്കമുള്ള ജില്ലകൾക്ക് നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിലവിൽ കാലാവസ്ഥ എന്താണ്? എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? ലക്ഷ്മിതുമ്പ, വയനാട്ടിൽ മഴ ശക്തമാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. രാവിലെ ചെറിയ മഴയായിരുന്നെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം മഴ ശക്തമാകുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ന് ജില്ലയിൽ ഓറഞ്ച് അലർട്ടായിരുന്നു ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചതെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമാണ് അത് റെഡ് അലർട്ടായി മാറിയിട്ടുള്ളത്. ഇന്നും നാളെയും മറ്റന്നാളും റെഡ് അലർട്ടാണെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ വയനാട്ടിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതിനെ തുടർന്നാണ് നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, ട്യൂഷൻ സെന്ററുകൾക്കും മദ്രസ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുള്ളത്. നേരത്തെ തന്നെ ടൂറിസം കേന്ദ്രങ്ങൾ അടയ്ക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിരുന്നു. മഴ ശക്തമാകുന്നതിന് മുന്നേ തന്നെ ഇത്തരത്തിൽ അപകടങ്ങൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ടൂറിസം കേന്ദ്രങ്ങൾ അടയ്ക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ ക്വാറികളും ഇത്തരത്തിൽ അടയ്ക്കാൻ നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ മഴയ്ക്ക് വലിയ രീതിയിൽ വയനാട്ടിലെ വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ മരം വീണ എല്ലാം വലിയ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വാഹനങ്ങൾക്ക് മുകളിൽ മരം വീഴുന്ന റിപ്പോർട്ട് ചെയ്യുന്നതിൽ തന്നെ മുൻകരുതൽ എന്ന നിലയ്ക്ക് മഴക്കാല ശുചീകരണം അടക്കം നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും മഴക്കാലത്തിന് മുന്നോടിയായി തന്നെ ഇത്തരത്തിൽ മഴ ശക്തമാകുന്നതിന് തന്നെ എന്തായാലും നാളെ റെഡ് അലർട്ടിന്റെ സാഹചര്യത്തിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെയും മറ്റന്നാളും ചൊവ്വാഴ്ചയും ഇത്തരത്തിൽ റെഡ് അലർട്ട് ജില്ലയിലുള്ളത്. എന്തായാലും മഴ ശക്തമാകുന്ന ഒരു സാഹചര്യമാണ് ജില്ലയിലുള്ളതെന്ന് പറയേണ്ടി വരും. ലക്ഷ്മിതുമ്പ.